ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാറ്റർഡേയിലെ വീഡിയോ അങ്ങ് വലുതായിട്ട് ആരും ഒന്നും കണ്ടില്ല. താല്പര്യമുള്ളവരൊക്കെ കാണുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രീസമോൻ അന്നത്തെ രാവിലെ ഭയങ്കര ബിസി എന്ന് വെച്ചാൽ അവന് ഈ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമല്ലേ. അപ്പോൾ ഇവർ സാൻഡ്വിച്ച് ഉണ്ടാക്കണമായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ പായ്ക്ക് കൊടുത്തു വിടണമായിരുന്നു അവർ പറഞ്ഞതെല്ലാം. അതുകൊണ്ടൊരു അവിടെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് ഉണ്ടാക്കണമായിരുന്നു. കാരണം ഓരോ ലെയറും അതാത് കളറ്, ഗ്രീൻ, ഓറഞ്ച് അങ്ങനെയുള്ള കളറിലുള്ള. അപ്പോൾ അതനുസരിച്ച് ക്യാരറ്റും അങ്ങനെ ഒന്നൊക്കെ കൊടുത്തു വിടണമായിരുന്നു. അതുകൊണ്ട് രാവിലെ ഇപ്പം നല്ല തിരക്കായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഈ രാവിലെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ്റെ അതൊന്നും ഉണ്ടാക്കി സമാധാനമാക്കി എല്ലായിടും ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് എനിക്കൊരിടത്തൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ അത് ചെയ്യാതെ നമുക്ക് ഒന്നും പറ്റത്തില്ല. ഒന്നും കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നോക്കണേ. ഞാൻ പറയേണ്ട, ഷെയർ ചെയ്യുന്നവരുണ്ട്. വാട്സപ്പിലൊക്കെ എടുത്ത് പറയും, ബിജി ഞാൻ ലിങ്ക് സഹിതം ഇട്ട ആളുടെ ഇത് സഹിതം നമ്മളെ കാണിക്കും, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടേ എന്നൊക്കെ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന പോലെ 2-3 ദിവസം കൊണ്ടങ്ങ് വല്ലാത്തൊരു അവസ്ഥയാണ്. കണ്ണങ്ങോട്ട് തുറക്കാനേ എനിക്കൊരു വേദന പോലെ. ഇത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ്, അല്ലാതൊന്നുമല്ല. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും കമൻസൊക്കെ ഇടണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ. എന്നും ആശ എന്നോട് പറയും, ഡാഡിയെ കാണിക്കണം. ഞാനങ്ങ് എനിക്കങ്ങ് വിട്ടും പോവും. പിന്നെ ഉറങ്ങുന്നവരെയൊക്കെ എന്തോ ഞാൻ കാണിക്കേണ്ടേ. ഞാൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉറങ്ങുമായിരിക്കും. പക്ഷേ ഓർക്കുന്ന സമയത്ത് എടുക്കാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. കഴിവതും ഞാൻ കാണിക്കാൻ നോക്കാം. അങ്ങനെ 1-2 പ്രാവശ്യം എന്നോടൊന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ചിന്തിക്കും, കാണിക്കാത്തപ്പോൾ ചിന്തിക്കുമായിരിക്കും ബിജിക്ക് ഭയങ്കര ഗമിയാണ്. അങ്ങനില്ല, ഞാൻ കഴിവതും കാണിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ. രാവിലെ ഇഡലി ഉണ്ടാക്കാൻ ഒരടപ്പത്ത് ചായ ഇങ്ങനത്തെ റെഡിയായി വരുന്നുണ്ട്. പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ചായക്ക് പാലെടുത്തിട്ട് ബാക്കി പാൽ അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കിന് ഇഡലിയൊക്കെ റെഡിയായി. ഇഡലിയൊക്കെ ഞാനൊന്ന് ഇളക്കിയിടട്ടെ. നല്ല സോഫ്റ്റ് ഇഡലിയാണ് കിട്ടിയത്. അപ്പോൾ ഇഡലിക്ക് സാമ്പാർ ഇരിപ്പുണ്ട്. സാമ്പാർ ഇവിടെ പ്രൈസിന് സാമ്പാറിനോട് അത്ര താല്പര്യമില്ല. ഈ പൊടിയുണ്ടല്ലോ, ഉഴുന്നൊക്കെ ചേർത്ത് അങ്ങനെയുള്ള പൊടി, അത് ഇഷ്ടമാണ്. പിന്നെ അവന് അതൊന്നാ കൊടുക്കാമെന്ന് വെച്ച് ഈ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട്. പ്രൈസിന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഡലിയൊക്കെ ഞാൻ എന്നിട്ട് ട്രിപ്പ് എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അതിനുശേഷം ചായയും കൊണ്ട് എടുക്കട്ടെ. ഇവർ എഴുന്നേറ്റിട്ടൊന്നുമില്ല എല്ലാവരും ഒന്നും. ഡാഡി മാത്രമേ എണീറ്റിട്ടുള്ളൂ, ബാക്കി ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ചായയൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് നേരം ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കിനൊക്കെ എണീറ്റ് വന്നെല്ലാവരും. പ്രൈസിന് ഞാൻ പറഞ്ഞതുപോലെ അവന് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അവന് ഞാൻ പറഞ്ഞില്ല, ഈ പൊടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മതിയെന്ന് പറഞ്ഞു. ആദ്യം 2 ഇഡലി മതിയെന്ന് പറഞ്ഞ് പിന്നെ വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വേണ്ട, ഉച്ചക്കത്തേനും ടിഫിനൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി സമയമാവും, കഴിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ പിന്നെ 2 കഴിച്ച് കഴിഞ്ഞ് 1 കൂടെ കഴിച്ചു. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല. എനിക്ക് ഇതുകൂടെ ഒന്ന് ചെയ്തിട്ടേ സമാധാനമുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഗ്രീൻ ചട്നി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല, ഈ സാൻഡ്വിച്ചിൻ്റെ അകത്തൊക്കെ തേക്കാനുള്ളത്. അപ്പം സ്കൂളിൽ അവന് ഗ്രീൻ ചട്നി കൊടുത്തു വിടണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കാം. ഞാൻ 2 പച്ചമുളക്, പക്ഷേ അത്രയും പച്ചമുളക് വേണ്ടായിരുന്നു, നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ഇത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബ്രെഡിൽ തേക്കുമ്പം
ടൊമാറ്റോ സോസൊക്കെ തേക്കുമ്പം അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടിയില്ല, കുറച്ച് കപ്പലണ്ടി, ഇത്തിരി മല്ലിയില, പുതിനയില, എന്നിട്ട് ഈ നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കും. ആ കപ്പലണ്ടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പുതിനയിലയുടെയൊക്കെ ഒരു ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ആ ഒരു കുത്തൽ, അതങ്ങ് മാറും. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചതുകൊണ്ട് നല്ല ഇതായിരുന്നു. പിന്നെ ഇവിടങ്ങളിലുള്ളവരൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവരുടെ മെയിൻ അവർ എപ്പോഴും വീട്ടിൽ സ്റ്റോക്കായിരിക്കും ഈ ഗ്രീൻ ചട്നി. ഞാനിങ്ങനെ ഈ ചട്നി ഗ്രീൻ ചട്നി ഉണ്ടാക്കി അങ്ങനെ ശീലമില്ല. മിക്ക ആൾക്കാരും ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം ഈ രാവിലെ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴേ അതുകൂടെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ്. ഇവിടെ വെളിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുവാണേലും ഇതൊക്കെ മെയിനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ കുറച്ചുണ്ടാക്കി വെച്ചിരുന്ന നമുക്കത് ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. എനിക്കൊരു ഡൗട്ടായിരുന്നു പ്രൈസമ്മ ശരിക്കും ഉണ്ടാക്കുമോ എന്നുള്ളത്. പ്രൈസൻ ഇന്ന് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഇത് പ്രമാണിച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേ കളറിൽ അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് 2-3 പീസ് കൊടുക്കണം. അത് പിന്നെ വാങ്ങിച്ച് അതൊരു 4-5 പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ ചീസും വേണമെന്ന് പറയും. ചീസ് ഇപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ലൈസ് ചീസ് കൊടുത്തു വിടുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേനൊക്കെ അത് മെൽറ്റായി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തോ അതിലും ഓപ്പണാക്കി ഒരു ബ്രെഡിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണം, രാവിലെ ഒരു മെനക്കേട് പരിപാടിയായിരുന്നു, എന്തൊക്കെ കൊടുത്തു വിടും. ഇതുപോലെ അവന് വേണ്ടി വാങ്ങിച്ച് വെച്ചപ്പോൾ ടൊമാറ്റോ കച്ചപ്പ് വേറെ വലിയ പോക്കിട്ടുണ്ട്, ലീക്കായി പോകത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പും വാങ്ങിച്ചു. പിന്നെ മയോണൈസ് ചെറിയ ബോട്ടിൽ മയോണൈസ് ഇങ്ങനെ പൗച്ചിലാക്കി. പിന്നെ ഗ്രീൻ ചട്നി ഉണ്ടാക്കണമായിരുന്നു, അതും ഇങ്ങനെ ആക്കി. അതെല്ലാം കൂടെ ഒരു ഡബ്ബയ്ക്കകത്താക്കി ഇങ്ങനൊരു ഡബ്ബയിലാക്കി അങ്ങ് അടച്ച്. സോൾട്ട് ആൻഡ് പെപ്പർ വേണം, ഉപ്പും കുരുമുളകും. പ്രൈസൻ ഇതാണ്ട് സോൾട്ട് ആൻഡ് പെപ്പറും ഇതിൻ്റെ അകത്ത് വെക്കുക കേട്ടോ. ഇതിലാ നോക്കി എടുക്കണം. പെപ്പറൊന്നും കൈ കൊണ്ട് തൊടുവാണെങ്കിൽ പോയി കൈ കഴുകണം കേട്ടോ, എരിയും. പിന്നെ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല, ഇപ്പം മണി ഒരു 9:30 കഴിഞ്ഞ്. ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു, എല്ലാം ഓരോ ഡബ്ബയിലാക്കണ്ട. പിന്നെ കാക്കിടി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അത്രയൊക്കെ ഉണ്ട്. പിന്നെ പ്ലേറ്റ്, ഗ്ലൗസ്, അതൊക്കെയുണ്ട്. എൻ്റെ അടുത്ത് പറയുമ്പോൾ കാക്കിടി എന്തോ പറഞ്ഞത്, നമ്മുടെ കുക്കുംബറേ. ഞാനില്ല ഇന്നുവല്ല കാക്കിടി പറഞ്ഞു, കുക്കുംബർ. പിന്നെ ഒരു സ്പൂണ് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്ലൗസ് ഇതിൻ്റെ അകത്ത് വെച്ചതാണ്. ഈ പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു പേപ്പർ പ്ലേറ്റ്, പിന്നെ ടവല്. ഇതുണ്ടാക്കിയിട്ട് അവന്മാർക്ക് തിന്നാനാ, നല്ലും ഉണ്ടായിരുന്നു. എടാ ഗ്രീൻ ചട്നി ഇച്ചിരി തേക്കാവൂ കേട്ടോ, ഇച്ചിരി എരിയായിപ്പോയി. അപ്പോൾ അവൻ്റെ എല്ലാം ഒതുക്കി കഴിഞ്ഞ് സമാധാനമായി. പിന്നെ ഞാനിവിടെ എടുത്തു കഴിക്കാൻ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് എനിക്ക് കൂടുതൽ. ഇന്നാളെ ഇതുപോലെ ആരോ എൻ്റെ കമൻറ്റ് പറഞ്ഞു, ഞാനും ചിന്തിച്ച് ചേച്ചിയുടെ സാമ്പാറിൻ്റെ അകത്ത് ഇത്രയും കഷ്ണങ്ങൾ എന്തുവാന്ന്. ആർക്കും വേണ്ടാത്ത സാമ്പാർ കഷ്ണങ്ങൾ അവിടെ കിടന്നു, അത് ഞാനിങ്ങെടുത്തോണ്ട് വന്ന്. അവൻ വന്നിട്ട് ഞാൻ ചോദിച്ച്, ടിഫിനും കൊണ്ടുപോയായിരുന്നല്ലേ, അത് ഉണ്ടാക്കി കഴിച്ചോടാ? കഴിച്ച്. ഞാൻ പറഞ്ഞിട്ട് ടിഫിനും കഴിച്ചോടാ? കഴിച്ചെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു നല്ലതായിരുന്നു മമ്മി, നല്ല സൂപ്പറായിരുന്നു, തന്നെത്താനൊക്കെ ഉണ്ടാക്കി. മയോണൈസും എല്ലാം ഞാൻ പറയില്ല, ഗ്രീൻ ചട്നി മയോണൈസൊക്കെ ചേർക്കുന്നുണ്ടേ അതിൻ്റെ എരിവൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല, നല്ലതായിരുന്നു. ചീസും എല്ലാം കൂടെ, ആ ചീസ് ഇത്തിരി മെൽറ്റൂടാക്കി കഴിക്കുമായിരുന്നെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. സാൻഡ്വിച്ച് അവരവരുണ്ടാക്കുന്നത് അവരവരെ കഴിക്കാവൂ, വേറെ ആർക്കും ഷെയർ ചെയ്യേണ്ടെന്ന് ടീച്ചർ പറഞ്ഞെന്ന്. ടിഫിൻ നിങ്ങളുടെ ടിഫിൻ വേണമെങ്കിൽ ഷെയർ ചെയ്തോ, പക്ഷേ സാൻഡ്വിച്ച് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അത് ഉണ്ടാക്കാമെന്ന് വെച്ച് വെണ്ടയ്ക്ക എല്ലാം കഴുകി വാരി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും കൂടെ എടുക്കട്ടെ. പിന്നെ ഞാൻ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തുണിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞടപ്പത്ത് വെച്ചിട്ടല്ലെങ്കിൽ തുണി വിരിക്കാമെന്ന് വെച്ച് വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
സവാളയൊക്കെ അരിഞ്ഞായിരുന്നല്ലോ. ഈ സവാള അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ്. അതങ്ങ് സവാള മുരിഞ്ഞ് വഴന്ന് വരുമ്പം അത് കഴിക്കാൻ. അതവിടെ അടപ്പത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിന് നമ്മുടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വരട്ടെ. അപ്പോൾ തുണി വിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കും. ചിലപ്പോൾ തീ കൂട്ടും, പിന്നെ തീ കുറയ്ക്കും. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് എനിക്ക് ഇച്ചിരി ചിക്കൻ അച്ചാർ ഇടാനുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇച്ചിരി ചിക്കനൊക്കെ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നങ്ങ് അത് വറക്കാനായിട്ട് അങ്ങ് പോയി. അതെല്ലാം വറുത്ത് പിന്നെ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റി മസാലകളും ചേർത്ത് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഞാനതവിടെ തീയൊക്കെ ഓഫാക്കിയിട്ടിട്ട് പിന്നെ ഞാനൊരു കോഫി എടുത്ത് ഉണ്ടാക്കിയിട്ട് കോഫി കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ചിക്കൻ അർജൻറ്റായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം തണുക്കുന്ന ഉടനെ എനിക്കത് ഡബ്ബയിലാക്കണം. കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കൊച്ചിനെ വിളിക്കാൻ പോകണമായിരുന്നു. പിന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിപ്പോൾ സന്ധ്യയൊക്കെ ആകാറായതുകൊണ്ട് ഞാനതൊന്ന് ഇളക്കി. അപ്പോഴത്തേക്കിനും ആദ്യം കണ്ട സ്റ്റേജല്ലല്ലേ, എല്ലാം ഗ്രേവി എല്ലാം നന്നായി അതിലങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് തീർക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.